ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ലാസ്റ്റ് 1 വീക്ക് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു നമ്മൾ കണ്ടത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറിയ രീതിയിലുള്ളൊരു സെല്ലിങ്ങും ഇല്ലെങ്കിൽ പലതരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു, റിസഷൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഹിൻഡൻബർഗിൻ്റെ ന്യൂസൊക്കെ. പക്ഷേ വീണ്ടും മാർക്കറ്റ് ഈ ഒരു നെഗറ്റീവ് ന്യൂസുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തെത്തി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം 24,800 എബോയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലോട്ട് നോക്കുമ്പോഴും വളരെ ബുള്ളിഷാണ്. ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെ ഏകദേശം കഴിഞ്ഞ ആഴ്ച എത്തി നിൽക്കുന്നു. അപ്പം വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈയിലോട്ട് പോകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആഴ്ച പ്രധാന ഇവൻസുകളൊന്നും തന്നെ എടുത്തു പറയാനില്ല. നമുക്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ 25,000 ആണ് അപ്പർ സൈഡ് റെസിസ്റ്റൻസ്, ഡൗൺ സൈഡ് 24,000. ഈ ഒരു 1000 പോയിന്റ്സ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ഒരു ഒരു 1 മന്തായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉടനെ തന്നെ ഈ ഒരു അപ്പർ സൈഡ് ഓർ ലോവർ സൈഡ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യും. പിന്നെ ആ ഒരു സൈഡ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പ് സൈഡ് തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഓൾ ടൈം ഹൈയോട് അടുപ്പിച്ച് വീണ്ടും സ്മോൾ ക്യാപ്പിന് ആ ഒരു സെല്ലിങ്ങിനൊക്കെ ശേഷം തിരിച്ച് റിക്കവറായി എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു സമയം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കാര്യമായിട്ട് മൂവ് ചെയ്തിട്ടില്ല. ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് സൈഡ് വേസ് ഫോം ചെയ്തു. ഏകദേശം എത്രയാണ്, ഫെബ്രുവരി തൊട്ട് ഈ ഒരു സൈഡ് വേസ് ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 15% ആണ്. ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 15% വളരെ വലിയൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എന്നാലും ഓവറോൾ നമ്മൾ ലാസ്റ്റ് 6 മന്ത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു വലിയ രീതിയിലുള്ളൊരു മൊമെൻറ്റം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആകെ ഈ ഒരു നമ്മളുടെ ബഡ്ജറ്റിന് ശേഷമുള്ള ആ ഒരു റാലിയിൽ ഒരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നു. ആ ഒരു 1 or 2, 3 വീക്സ് വന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ മുൻപോട്ടും അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓവറോൾ സൈഡ് വേസ് ആണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരട്ടെ, മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലോട്ട് പോകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് BPL ആണ്. BPL നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. നമ്മളിതിൻ്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു 148 അല്ലെങ്കിൽ 152 ലെവലിൽ നമ്മൾ സജസ്റ്റ് ചെയ്തതായിരുന്നു. അതിനുശേഷം അവിടെ ചെറിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ റീടെസ്റ്റിന് വന്നു. ആ ഒരു റീടെസ്റ്റിന് ശേഷം അവിടെ അവിടെ ഒരു സൈഡ് വേസ് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു സൈഡ് വേസ് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടാണ് ഇപ്പം തിരിച്ച് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതായിട്ട് കൺസിഡർ ചെയ്ത് ഈ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് കൺസിഡർ ചെയ്യാം. ഏകദേശം ഈ ഒരു 162 ഇല്ലെങ്കിൽ ഒരു 160, 158 ഒക്കെ ആയിരുന്നു നമ്മളുടെ എൻട്രി പോയിന്റ്. സ്റ്റോപ്പ് ലോസ് നമുക്കൊരു 136 തന്നെ കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഏകദേശം 170 ആണ്. അപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ നിന്ന് ഒരു 15% ഇല്ലെങ്കിൽ ഒരു 16% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ ഒരു BPL എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. രണ്ടാമത് വരുന്നത് ജിയോജിത്ത് ആണ്. ജിയോജിത്ത് പറയാനുള്ളതിൻ്റെ ജിയോജിത്ത് സംസാരിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് നമുക്ക് എഡൽവിസിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. എഡൽവിസിൻ്റെ ചാർട്ടിലോട്ട് വരുമ്പം വളരെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിവേഴ്സൽ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 42% അപ്സൈഡ് പോസിബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ഒരു റിവേഴ്സൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം IIFL സെക്യൂരിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും IIFL ഫിനാൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, IIFL ഫിനാൻസ് അല്ല, IIFL സെക്യൂരിറ്റീസ് ആയിരിക്കും. അപ്പം IIFL സെക്യൂരിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ ലാസ്റ്റ് 1 വീക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ. ഡെയിലിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 വീക്ക് വളരെ ഷാർപ്പായിട്ടുള്ള റാലി നമുക്കിപ്പോൾ IIFL സെക്യൂരിറ്റീസിൽ കണ്ടു, അതേപോലെ തന്നെ എഡൽവിസിസിൽ കണ്ടു. അപ്പം ഇതേ സെക്ടറിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള വേറൊരു സ്റ്റോക്കാണ് ജിയോജിത്ത് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം ജിയോജിത്ത് ഫിനാൻസിൻ്റെ ചാർട്ടിലോട്ട് വരുമ്പം ഇവിടെ ഒരു നമുക്കൊരു വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്.
അപ്പം ആ ഒരു സെക്ടറിലെ ബാക്കിയുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഒരു മൂവ്മെൻറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ മേ ബി വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് 2005 മുതൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണുള്ളത്. അപ്പം ഇതിന് മുൻപേ നമ്മൾ PSE സെക്ടറും റിയാലിറ്റി സെക്ടറൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് വളരെ രീതിയിലുള്ളൊരു ഷാർപ്പ് റാലി ഇതുപോലുള്ളൊരു ചാർട്ട് ഫോർമേഷന് ശേഷം മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഓൾറെഡി ഈ ഒരു സെക്ടറിൽ പല സ്റ്റോക്കുകളും മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ഈ ഒരു ജിയോജിത്ത് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് ഈ ഒരു 125 ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ കൺസിഡർ ചെയ്യാം. കുറച്ച് കൂടുതൽ കൺവിക്ഷൻ അവനവൻ്റേതായിട്ടുള്ള കൺവിക്ഷൻസ് ഉള്ളവർക്ക് ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 112 ആണ്. ഈ ഒരു ഏരിയയിലും അല്ലെങ്കിൽ 115 കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വീക്കിലി ക്യാൻഡലിൻ്റെ മുകളിൽ 118 കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓവറോൾ ഈ ഒരു സെക്ടർ ബുള്ളിഷ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ലേണിങ്ങിൻ്റെ ശേഷം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക. ഇനി അടുത്ത ഒരു സ്റ്റോക്ക്, ഒത്തിരി സ്റ്റോക്കുകളുണ്ട്, ഒത്തിരി സ്റ്റോക്കുകളിൽ ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗുജറാത്ത് അപ്പോളോ, ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ലെവലാണ്. എനിവേ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്നു. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ വന്നിട്ടാണ്, ഇതൊരു റെസിസ്റ്റൻസ് അല്ല, പഴയ ഒരു സ്വിംഗ് ഹൈ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ വന്നിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലെവലിന് മുകളിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി നല്ലതാണ്. ഇനി ഒന്നും കൂടി ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കൺവിക്ഷനോട് കൂടി നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ്, റിവേഴ്സൽ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പോയിന്റായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് ഏകദേശം ഒരു 17% താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ അതിൻ്റെ വ്യൂ മാറി, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൊമെൻറ്റം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. ഇപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 375 ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 390 ഇല്ലെങ്കിൽ ആ ഒരു ലെവലിന് മുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. 323, 330 ലെവലിലൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ ഒരു റിവേഴ്സൽ പോയിൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത്. പ്രൈം ഫോക്കസ് ഓൾറെഡി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഫോർമേഷനാണ്. ഏകദേശം 150 ഇപ്പോൾ ഉള്ളത്. ഈ ഒരു 155, 158 ലെവലിലൊക്കെ നമുക്ക് ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട് ഫോർമേഷന് കൂടി നമുക്ക് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്റ്റോക്ക് അധികം വോളിയം കുറഞ്ഞിട്ടുള്ള അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കാണ്, അത് ഓർത്ത് വെക്കുക. അപ്പം ഡെയിലി ചാർട്ടിൽ ഇതിനുള്ളിൽ വളരെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് ഇവിടെ കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ്, ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 150 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. 158 മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 18 വർഷത്തെ ബ്രേക്ക് ഔട്ട് ആയിരിക്കും ഈ ഒരു സ്റ്റോക്കിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളും കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക. എലിൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 230 ലെവലായിരുന്നു. അപ്പോൾ ആ ഒരു 230 ലെവൽ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു പഴയ സ്വിംഗ് ഹൈ ഉണ്ട്. ആ ഒരു സ്വിംഗ് ഹൈയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ട്, ഇപ്പോൾ നമ്മൾ ഗുജറാത്ത് കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്വിംഗ് ഹൈയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈക്ക് മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ ഒരു ഹൈക്ക് മുകളിൽ നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അവിടെ നിന്ന് ഏകദേശം ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 15% താഴെ ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ വ്യൂ റിവേഴ്സലായി, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബുള്ളിഷ്നെസ് തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 240 ആണ്. നമ്മളുടെ എക്സിറ്റ് പോയിന്റ് ഡൗൺ സൈഡ് 206 ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 240-45 ലെവലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കൊക്കെ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നാഗരിക. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാണ്. സോ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് റെഫർ ചെയ്താൽ മതി, ഞാൻ ഇതിലോട്ട് പോകുന്നില്ല. എനിവേ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് എന്നുള്ളതാണ് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് വീക്കോ അതിന് മുമ്പിലത്തെ വീക്കോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രകാശ് ഇൻഡസ്ട്രീസ് ആണ്. പ്രകാശ് ഇൻഡസ്ട്രീസും വളരെ
നാളുകൾക്ക് ശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഒരു സോൺ എന്ന് പറയുന്നത് ഏകദേശം 218 തൊട്ട് 240 വരെയാണ്. ഇനി അങ്ങനെയല്ല, നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് ഇതിനെ ഇങ്ങനെ ഒരു സോണാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം 210 മുതൽ 225 വരെ ഓക്കെ നമുക്ക് ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു 225 മുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 25% നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇനി നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു പഴയ റെസിസ്റ്റൻസ് വരെ പോയാൽ തന്നെ നമുക്ക് എത്രയാണ് അതിൻ്റെയൊക്കെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആസ് പെർ ടെക്നിക്കൽ. പക്ഷേ അങ്ങനെയല്ല, ഇനി ഇവിടം വരെ പോയുള്ളെങ്കിൽ കൂടി നമുക്കൊരു 35%, അതായത് 1:1.5 റിസ്ക് റിവാർഡ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-12 വർഷങ്ങൾക്ക് ശേഷമുള്ള ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കും. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ കിട്ടാനോ ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടാനോ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. പിന്നെ ഈ സ്റ്റോക്കുകളുടെ ഒന്നും ഫണ്ടമെൻ്റൽ സൈഡ് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ടെക്നിക്കൽ ചാർട്ടിൽ കാണുന്ന കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അത് ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള അനാലിസിസ് നടത്തി അത് പഠിച്ച് മനസ്സിലാക്കി ഇതിൽ എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് വരാൻ സാധ്യത എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ടാക്കുക. ഏതായാലും ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള മാറ്റം, ഇല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സെക്ടറിലുള്ള ഒരു പൊട്ടൻഷ്യൽ, ഇല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സെക്ടറിൽ വരുന്ന ന്യൂസ്, ഇല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ റീസെൻറ്റ് റിസൾട്ടോ, ഇല്ലെങ്കിൽ അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ഓർഡേഴ്സോ സ്പെഷ്യൽ ന്യൂസോ, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫണ്ടമെൻ്റൽ റീസണിൻ്റെ പുറത്താണ് സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നത്. പക്ഷേ റീസൺസ് വന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് നോർമലി ആ ഒരു ചാർട്ടിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ടെക്നിക്കൽ ലേൺ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം. അപ്പം ഞാനിതൊക്കെ വെറും ചാർട്ടിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിയൊക്കെ മൂവ് ചെയ്യാൻ സാധ്യത, എന്തെങ്കിലും കാരണമുണ്ടോ അതോ കാരണം ഇല്ലയോ ചുമ്മാതാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ യൂസ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.